ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോർത്ത് ഇന്ത്യൻ മുസ്ലിം ഡൈനാസ്റ്റിയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു വിഷയമാണ് ഈ സൽത്തനത്തുകളുടെ ചരിത്രത്തിൽ പണ്ഡിതന്മാരുടെ പങ്ക്. നമ്മൾ പ്രധാനമായും മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലെ ചരിത്രമാണ്. അവരുടെ പണ്ഡിതന്മാരുടെ സംഭാവനകളോ അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകളോ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിന് മുമ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് നോർത്ത് ഇന്ത്യൻ മുസ്ലിം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സുപ്രധാനമായി പങ്കുവഹിച്ച പണ്ഡിതന്മാരുടെ അവരുടെ സംഭാവനകൾ കൂടുതൽ എടുത്ത് പറയേണ്ടത് അനിവാര്യവും കൂടിയിട്ടാണ്. കാരണം ഇവരുടെ എല്ലാം ആ പണ്ഡിതന്മാരുടെ സംഭാവനകളിലൂടെ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ വൈജ്ഞാനികമായ എൻഗേജ്മെൻറ്റിൻ്റെയോ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ മുസ്ലിം ചരിത്രത്തെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്യുന്നത്. വിവിധ കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. എന്നാൽ പോലും പ്രധാനമായും ഒരുപാട് പണ്ഡിതന്മാരുണ്ടെങ്കിൽ പോലും അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില ആൾക്കാരുടെ പേരുകളാണ് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായും പരാമർശിക്കാൻ പോകുന്നത്. അതിൽ ഒരാൾ 1077 മരണമടഞ്ഞ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ തന്നെ ഒരുപക്ഷെ പിൽക്കാലത്ത് നിരവധി സ്വാധീനം ചെലുത്തിയ, ഇന്നും വിവിധ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്ന രചന നടത്തിയ ആളാണ് അബുൽ ഹസൻ അലി ഉസ്മാൻ ബിൻ അലി ഗസ്നവി ലുല്ലാബി അൽ ഹുജ്വേരി എന്നറിയപ്പെടുന്ന സയ്യിദ് അലി ഹുജ്വേരി എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ. ഇദ്ദേഹത്തിൻ്റെ കഷ്ഫുൽ മഹ്ജൂബ്, ഇത് 11ാം നൂറ്റാണ്ടിലെ ആളാണെങ്കിൽ പോലും ഇന്നും മുസ്ലിം ഡൈനാസ്റ്റിയുടെ വരവിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഗസ്നവികളുടെ ആ വരവ്, ഇവിടെ അബ്ബാസികളുടെ കാലഘട്ടം, പിന്നീട് അറബ് മുസ്ലിം ഭരണം മാറുകയും സെൻട്രൽ ഏഷ്യൻ, ഇറാനി, പേർഷ്യൻ, തുർക്കിക് വംശജരുടെ വരവ് തുടങ്ങുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഹുജ്വേരിൽ നിന്ന്, അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ പണ്ഡിതന്മാരിൽ ഒരാളാണ് സയ്യിദ് അലി ഹുജ്വേരി. ഇന്ന് അദ്ദേഹത്തിൻ്റെ മക്ബറയുള്ളത് ലാഹോറിലാണ്. അപ്പോൾ ഈ പണ്ഡിതൻ്റെ രചന കഷ്ഫുൽ മഹ്ജൂബ് എന്ന് പറയുന്ന രചന ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ തസവുഫുമായി ബന്ധപ്പെട്ട ആദ്യ രചന എന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഇന്നും അത് പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിലെ ഇന്ത്യയിലെ പ്രാഥമിക റിസോഴ്സുകളിൽ ഒന്നായി അത് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രചനയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ചർച്ചയിൽ, സൽത്തനത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കഷ്ഫുൽ മഹ്ജൂബ് എത്രത്തോളം പ്രാധാന്യം വരുന്നു എന്ന് പറഞ്ഞാൽ, അന്നുണ്ടായിരുന്ന പല മുസ്ലിം ഡൈനാസ്റ്റികളും പിന്നീട് വന്ന, അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലോ തുർക്കിക് ഭാഗത്തുണ്ടായിരുന്ന പല ആൾക്കാരും, പല ഭരണാധികാരികളും ഈ തസവുഫ് സൂഫി ഗ്രൂപ്പുകളെ അന്നത്തെ ഒരു പ്രോട്ടോടൈപ്പ് ഓർഗനൈസേഷൻസാണ്, അവരെയെല്ലാം പാട്രണേജ് ചെയ്യുന്ന ഒരു സമീപനം നമുക്ക് കാണുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം സമൂഹത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു പശ്ചാത്തലത്തിലേക്കും ഇവർ മാറ്റപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ കഷ്ഫുൽ മഹ്ജൂബിലൂടെ ഈ സംഘടനകൾ, അതായത് ഈ ആദ്യകാല ഈ മുസ്ലിം ജമാഅത്തുകൾ, ഇവർ എല്ലാം പലപ്പോഴും മുസ്ലിം ആശയത്തിൻ്റെ തന്നെ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്ന വിഭാഗങ്ങളാണ് എന്ന ഒരു വിമർശനം, ഒരു സാമൂഹിക വിമർശനവും കൂടി നടത്തിയ രചനയാണ് കഷ്ഫുൽ മഹ്ജൂബ്. അതായത് ശരീഅത്തിനെ അടിസ്ഥാനത്തിലല്ലാത്ത കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം കൊണ്ടു നടക്കുകയും അതിനോടൊന്നും വലിയ ഒരു താല്പര്യം കാണിക്കാത്ത വിവിധ ഗ്രൂപ്പുകൾ ഈ 9-10-11 നൂറ്റാണ്ടുകളിൽ മുസ്ലിം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി വരികയായിരുന്നു. ഈ ഗ്രൂപ്പുകൾക്കൊക്കെയും ചിലപ്പോൾ ചില ഭരണാധികാരികൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഇന്ത്യയിലേക്ക് വന്ന സയ്യിദ് അലി ഹുജ്വേരി, അദ്ദേഹം ഈ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ സമീപനം സ്വീകരിക്കുകയും അവരുടെ തന്നെ ഈ ശരീഅത്തി വിരുദ്ധ സമീപനങ്ങളെ
ശക്തമായ വിമർശനത്തോടു കൂടി തന്നെ കാണുകയും അത് അദ്ദേഹത്തിൻ്റെ കശ്ഫുൽ മഹജൂബിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ സൂഫി രചന എന്ന് വിളിക്കപ്പെടുന്ന ഈ രചനയിൽ പോലും ഒരു സൂഫി ക്രിട്ടിക്കായും ഒരു സാമൂഹ്യ വിമർശനമായും അന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ സംഘടിതമായ മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിത ശൈലികളെ വിമർശിക്കുന്ന ഒരു രചനയായും കൂടി പരിഗണിക്കാൻ പറ്റുന്ന ഒരു രചനയാണ് സയ്യിദ് അലി ഹുജ്വേരിയുടെ കശ്ഫുൽ മഹജൂബ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് നമ്മൾ ചർച്ച ചെയ്ത വിവിധ തുർക്കിക്, പേർഷ്യൻ, അഫ്ഗാനി ഡൈനാസ്റ്റികളുടെ വരവുണ്ടാവുന്നത്. ആ ഒരു വരവിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സാമുദായികതയെ നിയന്ത്രിച്ച അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത അല്ലെങ്കിൽ അവർക്കൊരു മുസ്ലിം മാനം നൽകിയ പല സിൽസിലകളെയും സൂഫി ത്വരീഖത്തിനെയും വിമർശനാത്മകമായി കണ്ട രചന എന്ന നിലയിലും നമ്മൾക്ക് ആ ഒരു സമൂഹത്തെ പണ്ഡിതന്മാരുടെ പ്രാതിനിധ്യം എന്തായിരുന്നുവെന്ന് വിശദീകരിക്കുവാൻ സയ്യിദ് അലി ഹുജ്വേരിയുടെ രചന വളരെ അനിവാര്യമായും തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു രചനയാണ്. പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി ഈ ഡൽഹി സൽത്തനത്തിനുടെ കാലഘട്ടത്തിൽ വിവിധ പണ്ഡിതന്മാർ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു. അതിൽ നമുക്കറിയാവുന്ന മൊയ്നുദ്ദീൻ ചിശ്തി എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന, അതായത് അജ്മീർ ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി, അദ്ദേഹം 1236 അജ്മീരിൽ മരണമടയുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഖാജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഫരീദുദ്ദീൻ ഗഞ്ച് ഷക്കർ, ഇതൊക്കെ വിവിധ ഘട്ടങ്ങളിലുള്ള പണ്ഡിതന്മാരാണ്. ഇവരെല്ലാം ആ ഒരു ഭാഗത്ത് അജ്മീർ, നോർത്ത് ഇന്ത്യൻ, മുൾത്താൻ, രാജസ്ഥാൻ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇസ്ലാമിക വ്യാപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചവരും കൂടിയിട്ടാണ്. മൊയ്നുദ്ദീൻ ചിശ്തിയുടെയൊക്കെ വലിയൊരു സ്വാധീനം എന്ന് പറയുന്നത് ചിശ്തിയ സിൽസിലയുടെ തുടക്കത്തിന് കാരണക്കാരനാകുന്നു എന്നതിനേക്കാളും അപ്പുറം അവിടെ ഉണ്ടായിരുന്ന ചൗഹാൻ ഭരണകൂടങ്ങളെയും പൃഥ്വിരാജ് ചൗഹാനെയൊക്കെയും ശക്തമായി വിമർശിക്കുന്ന ഒരാളായും മൊയ്നുദ്ദീൻ ചിശ്തിയെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ബഖ്തിയാർ കാക്കി ആവട്ടെ, ഫരീദുദ്ദീൻ ഗഞ്ച് ഷക്കർ, ഇവർക്കൊക്കെയും അന്നത്തെ മുസ്ലിം സാമുദായികതയിൽ ശക്തമായ റോളുണ്ടായിരുന്നവരായിരുന്നു. ബാബ ഫരീദിൻ്റെ രചനകൾ ഇന്ന് നമുക്ക് സിഖ് മതഗ്രന്ഥങ്ങളിൽ പോലും, അദ്ദേഹത്തിൻ്റെ കവിതകൾ സിഖ് മതഗ്രന്ഥങ്ങളിൽ പോലും സ്വാധീനം ചെലുത്തുന്ന തരത്തിലേക്ക് അന്ന് അത്രത്തോളം ഒരു സ്വാധീനം ലഭിച്ച ആളും കൂടിയിട്ടാണ് ബാബ ഫരീദ് എന്ന് വിളിക്കപ്പെടുന്ന ഫരീദുദ്ദീൻ ഗഞ്ച് ഷക്കർ എന്നറിയപ്പെടുന്ന ചിശ്തിയ സിൽസിലയിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളായ ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അനുയായിയാണ് ഷേഖ് നിസാമുദ്ദീൻ എന്ന് വിളിക്കപ്പെടുന്ന നിസാമുദ്ദീൻ ഔലിയ. 1238 ജനിക്കുകയും 1325 മരണമടയുകയും ചെയ്ത തുഗ്ലക്ക് ഖിൽജി ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. തുഗ്ലക്ക് രാജവംശത്തിൻ്റെ പ്രധാന വിമർശകനായ ഒരാളും കൂടിയിട്ടായിരുന്നു അദ്ദേഹം. ഖിയാസുദ്ദീൻ തുഗ്ലക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഖിയാസുദ്ദീൻ തുഗ്ലക്കുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിൻ്റെ പേരിൽ ഒരു ഭീഷണി നിറഞ്ഞ കത്തുകൾ അയക്കുകയും അത് ഡൽഹിയിലേക്ക് കയറി വരുന്നതിന് മുമ്പ് നിസാമുദ്ദീൻ ഔലിയയുടെ ഒരു പ്രവചന സമാനമായ ഒരു വർത്തമാനം പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. അതിൽ നിസാമുദ്ദീൻ ഔലിയ പറയുന്നത് ഡൽഹി ഹനുസസ് ദൂറസ്ത്, ഡൽഹി ഇനിയും തനിക്ക് ദൂരെയാണെന്ന് പറയുന്നു. ഡൽഹിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം വാഹനത്തിൽ നിന്ന് വീണ് മരിക്കുകയും ചെയ്യുന്നു. അത് നിസാമുദ്ദീൻ ഔലിയയുടെ വലിയൊരു കറാമത്തായി എണ്ണപ്പെടുന്നുണ്ട്. ചരിത്രത്തിൽ അത് ചിശ്തി ത്വരീഖത്തിൻ്റെ രചനകൾ നമുക്ക് കാണാം. ഞാനിത് പറഞ്ഞു വന്നത് കറാമത്തുകൾക്കപ്പുറം ഒരു പണ്ഡിതന്മാർ പണ്ട് മുതലേ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ദർബാരി പണ്ഡിതന്മാരായ ഒരു വിഭാഗം എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ക്രിട്ടിക് എന്ന തരത്തിലുള്ള മറ്റൊരു പണ്ഡിത നിരയും നമുക്ക് ചരിത്രത്തിൽ തന്നെ കാണാം. അതുതന്നെയാണ് ഷേഖ് നിസാമുദ്ദീൻ ഔലിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായികളായ ഷേഖ് നാസറുദ്ദീനും അതുപോലെ തന്നെ ഹമീദുദ്ദീൻ നാഗോരിയുമെല്ലാം വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി പോയി എന്നാൽ പോലും അവരും ഇതേ ഒരു സന്ദേശം പിന്തുടരുന്ന ആൾക്കാരായിരുന്നു. അതിൻ്റെ പോലെ തന്നെ മറ്റൊരു പ്രധാന പണ്ഡിതനാണ് ഈ ഡൽഹി സൽത്തനത്തിൽ തന്നെ പണ്ഡിതനാണ് ബഹാവുദ്ദീൻ സക്കരിയ. 1262 അദ്ദേഹം മരണമടയുന്നത്. അതായത് ഇൽത്തുമിഷിൻ്റെ കാലഘട്ടത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പൊസിഷൻ പോലും അലങ്കരിച്ച ഇൽത്തുമിഷിനെ വിവിധ മുസ്ലിം ഭാഗങ്ങളിൽ, അതായത് മുസ്ലിം വ്യാപനത്തിന് പ്രേരണ നൽകിയ, അധികാര വ്യാപനത്തിന് തന്നെ പ്രേരണ നൽകിയ സുഹ്റവർദി സിൽസിലയുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ സ്ഥാപകൻ എന്ന നിലയിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് ബഹാവുദ്ദീൻ സക്കരിയ മുൾത്താനി. അദ്ദേഹം
വലിയ ഒരു പൊളിറ്റിക്കലി തന്നെ വലിയ സ്വാധീനം ചെലുത്തിയ പണ്ഡിതനാണ്. അടുത്ത ഷാം നിഅമത്തുള്ള വലി എന്ന് വിളിക്കപ്പെടുന്നത് അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലായിട്ടാണ് വരുന്നത്. ഖാദിരി ത്വരീഖത്തിൻ്റെ വലിയ പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. ഇന്ത്യയിലെ ഖാദിരി ത്വരീഖത്തിന് വ്യാപനം നൽകുന്നതിൽ ഒന്ന് ഷാ നിഅമത്തുള്ള വലിയും അതുപോലെ തന്നെ സയ്യിദ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുള്ളയുടെ പൗത്രന്മാരിൽ ഒരാളായ സയ്യിദ് യൂസുഫുദ്ദീൻ ജീലാനി, അദ്ദേഹവും ഖാദിരി ത്വരീഖത്തുകളുടെ വലിയ സ്വാധീനത്തിനും പ്രചരണത്തിനും കാരണമാവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് പിന്നീട് ഷെയ്ഖ് മുഹമ്മദ് ഗൗസ് എന്ന് പറയുന്ന അദ്ദേഹവും പിന്നീട് അദ്ദേഹത്തിന് ശേഷമുള്ള നിരവധി പണ്ഡിതന്മാരുമെല്ലാം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഈ 16-ാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിവിധ ഭാഗങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയ പണ്ഡിതന്മാരാണ്. ഖാജ ബാഖിബില്ല, സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ ഉസ്താദുമാരിൽ ഒരാളായിരുന്നു ഖാജ ബാഖിബില്ല. 1603 അദ്ദേഹം മരണമടയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഈ ശക്തമായ സ്വാധീനം പിന്നീട് മുഗൾ ഡൈനാസ്റ്റിയിലെ വലിയ ഒരു മാറ്റത്തിന് തന്നെ കാരണമാവുന്നത് ഖാജ ബാഖിബില്ല റഹിമഹുള്ളയുടെ സംഭാവനകളാണ്. അതിനുശേഷം അതിനിടെ തന്നെ വേറെയും പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഹക്ക് മുഹദ്ദിസ് ദഹ്ലവിനെ പോലുള്ള 17-ാം നൂറ്റാണ്ടിൽ തന്നെ ആദ്യകാലത്ത് ജീവിച്ച പണ്ഡിതന്മാരൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു 16-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടിലേക്ക് ഈ പണ്ഡിതന്മാർ അതിന് ഭൂരിപക്ഷവും, ഞാൻ ഈ പറഞ്ഞ ഭൂരിപക്ഷം ആൾക്കാരും പൊളിറ്റിക്കലി ഇൻക്ലൈൻഡ് ആയ രാഷ്ട്രീയ ഭരണകൂടത്തിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന, അതേസമയം തന്നെ ഭരണകൂടത്തെ വിമർശനാത്മകമായി സമീപിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അധികാര സ്വാധീനമുണ്ടായിരുന്ന പണ്ഡിതന്മാരായിരുന്നു ഇവരിൽ പലരും. ഒരേ സമയം തന്നെ ഇവരെയൊക്കെയും സൂഫികളായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവർ ആ ഒരു സമൂഹത്തിലെ സൂഫികളെന്ന് പൊതുവേ നമ്മൾ വിളിക്കുമ്പോൾ രാഷ്ട്രീയമായ പ്രാധാന്യമൊന്നുമില്ലാത്ത, എവിടെയൊക്കെ ഖാൻഖാകളിലും ദർഗാകളിലും മാത്രം ഒതുങ്ങിക്കൂടി തസ്ബീഹ് ചൊല്ലിയിരിക്കുന്ന ആൾക്കാരെന്ന നിലയിലാണ്. ചരിത്രത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഈ പരാമർശിച്ച ഒട്ടുമിക്ക പേരും രാഷ്ട്രീയപരമായി തന്നെ ശക്തമായ സ്വാധീനമുണ്ടാവുന്നതും ഭരണകൂട വിമർശകരോ ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ ഭരണകൂട പരിഷ്കരണത്തിന് നേതൃത്വം കൊടുത്തവരോ ആയിരുന്നു എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടെയാണ് നമുക്ക് പിന്നീട് മുഗൾ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലേക്ക് വരേണ്ടത്. ബാബറിൻ്റെ കാലഘട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബാബർ വരുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് ബാബർ കാബൂളിൽ നിന്നാണ് വരുന്നത്. ബാബർ തന്നെ നല്ല ഒരു പണ്ഡിതമായി അല്ലെങ്കിൽ പണ്ഡിതോചിതമായി ചിന്തിക്കാൻ കഴിയുന്ന, സ്റ്റേറ്റ് ക്രാഫ്റ്റ് ഭരണ നിയന്ത്രണം നല്ല ധാരണയുണ്ടായിരുന്ന, സാമൂഹികമായ രാഷ്ട്രീയ വിശകലനങ്ങളെയും അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്ന ഒരു ഭരണാധികാരികൾ ഒരാളാണ് ബാബർ തന്നെ. ബാബർ അദ്ദേഹത്തിൻ്റെ മകന് ഹുമയൂണിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നിരവധി പണ്ഡിതന്മാരുടെ പഠനങ്ങളിലൂടെ അവരുടെ ദർസുകൾ ഇരുത്തിക്കൊണ്ട് ഹുമയൂണിനെ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഹുമയൂണിനെ ആ ഒരു ഭരണാധികാരി എന്ന നിലയിലേക്ക് ബാബർ കൊണ്ടുവരുന്നത് തന്നെ. നമുക്ക് നോക്കാം, ബാബറിനെ തന്നെ നിരവധി ഭാഗത്തുനിന്ന് പണ്ഡിതന്മാരെ ഹുമയൂണിൻ്റെ അധ്യാപകരായി മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഹുമയൂണിൻ്റെ സഹപ്രവർത്തകരായി മാറുന്നുണ്ട്. ഹുമയൂണിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുഗൾ സാമ്രാജ്യത്തിൻ്റെ 2ാമത്തെ ഭരണാധികാരി എന്നതിനേക്കാളും അപ്പുറം ചരിത്രകാരന്മാർ പറയുന്നത്, എസ് കെ ബാനർജി അടക്കമുള്ള ആൾക്കാർ ഹുമയൂണിനെ കുറിച്ചും അല്ലെങ്കിൽ ഹുമയൂൺ നാമയെക്കുറിച്ചും അതിലുള്ള വിവിധ പരാമർശങ്ങൾ കാണാം. ഹുമയൂൺ തന്നെ വലിയൊരു പണ്ഡിതനായിരുന്നു, ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നുവെന്നും വിവിധ ടൂളുകൾ രൂപീകരിച്ച ആളായിരുന്നുവെന്നുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ലൈബ്രറിയുമായി ഇഴുകിച്ചേർന്ന ജീവിതമായിരുന്നു ഹുമയൂണിൻ്റെതെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചില നിരീക്ഷണപ്രകാരം അദ്ദേഹം മരിക്കുന്നത് പോലും ലൈബ്രറിയിൽ നിന്ന് ബുക്കുമായി താഴോട്ടിറങ്ങുമ്പോൾ തെന്നി വീണ് കല്ലിൽ അടിച്ച് മരിക്കുകയായിരുന്നു ചെയ്തതെന്നാണ് ചരിത്രത്തിൽ പോലുമുള്ളത്. അത്രത്തോളം വൈജ്ഞാനിക വ്യവഹാരങ്ങളുമായും പണ്ഡിതന്മാരുമായും ചേർന്ന് നിന്ന ഒരാളാണ് ഹുമയൂൺ എന്ന് പറഞ്ഞ ഭരണാധികാരി പോലും. അദ്ദേഹം നിരവധി പണ്ഡിതന്മാരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തുർക്കിസ്ഥാൻ അടക്കമുള്ള മൗലാന അബ്ദുൽ ഹക്ക് സദർ തുർക്കിസ്ഥാനി, മീർ അബ്ദുൽ ഹക്ക് ബുഖാരി, ഹസ്രത്തി മുനവർ നഹർ, അതുപോലെ തന്നെ ജാഹി യത്തിമിയാൻ ഓഫ് ബുഖാറ, ഖാജ അയ്യൂബ്, മൗലാന നദിരി സമർക്കന്ത് അടക്കമുള്ള പണ്ഡിതന്മാർ തുർക്ക് ഭാഗത്തു നിന്ന് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. പേർഷ്യയുടെ ഇന്നത്തെ ഫാരിസി അടക്കമുള്ള പേർഷ്യൻ ഭാഗത്ത് നിന്ന് മീർ അബ്ദുൽ ലത്തീഫ് ഖസ്നവി, മൗലാന ഖാസിം ഖഹി, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ വാജിദ് അടക്കമുള്ള ഭാഗങ്ങളെയും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ
ഷൗഖി തബ്രീസിയും ഫറഹി ഷിറാസിയും അതുപോലെ സൈനുദ്ദീൻ ഖാഫിയുമെല്ലാം വിവിധ സൂഫി ധാരകളോ അല്ലെങ്കിൽ വിവിധ ഫിഖഹിൻ്റെ തിയോളജിയുടെ വിവിധ ധാരകളിൽപ്പെട്ടവരാണ് ഈ പണ്ഡിതന്മാരിൽ അധികവും. എന്നാൽ പോലും അവരെയും തൻ്റെ ദർബാറിലേക്കും തൻ്റെ കൂടെ സഹവാസത്തിന് കൊണ്ടുവന്ന മഹാനായ ഭരണാധികാരികൾ ഒരാളാണ് ഹുമയൂൺ. അതുപോലെ ഹിറാത്ത് അടക്കമുള്ള ഭാഗത്തു നിന്ന് യൂസുഫുദ്ദീൻ മുഹമ്മദ് ഹിറവി, റിയാസുദ്ദീൻ ഹമ്മദൂരി, അതുപോലെ തന്നെ മെർവ് ഭാഗത്ത് നിന്ന് ഖാജ ഹുസൈൻ മെർവി, ബദഖ്ഷാൻ ഭാഗത്തു നിന്ന് മൗലാന ജുനൈബി അടക്കമുള്ള വിവിധ പണ്ഡിതന്മാരെ കൊണ്ടുവന്നതായി എസ്.കെ. ബാനർജി അദ്ദേഹത്തിൻ്റെ ഹുമയൂൺസ് റിലീജിയൻ എന്ന് പറയുന്ന പഠനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഹുമയൂൺ തന്നെ ഒരു സ്വയം പണ്ഡിതനാവുകയും ഒരു പ്രൊഫഷണൽ ലെവലിലേക്കും സയൻറ്റിസ്റ്റായി ഉയരുകയും പണ്ഡിതന്മാരുടെ നിര അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന ഭാഗമാക്കി മാറ്റുകയും ചെയ്ത ആളാണ് ഹുമയൂൺ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അക്ബറിൻ്റെ ജീവിതം തുടങ്ങുന്നത്. അക്ബറിനെ നമുക്കറിയാം, അക്ബറിൻ്റെ ലൈഫ് നിരക്ഷരനായി വരികയും എന്നാൽ ഒരുപാട് വർഷം, അതിൻ്റെ അടുത്ത വർഷം നിരവധി കാലഘട്ടം ഭരിക്കുവാനും അതിൻ്റെ ആ കാലഘട്ടത്തിൽ വിവിധ വളരെ കോൺട്രവേഴ്ഷ്യലായ വിവാദപരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്ത ആളാണ്. അതിന് കാരണക്കാരായ അല്ലെങ്കിൽ ആ ഒരു തീരുമാനങ്ങളിലേക്ക് അക്ബറിനെ നയിച്ച പണ്ഡിതന്മാരിൽ മുല്ല മുബാറക്കും അദ്ദേഹത്തിൻ്റെ മക്കളായ ഫൗസിയും അതുപോലെ തന്നെ അബുൽ ഫസലും അടക്കമുള്ള പണ്ഡിതന്മാരാണ്. ദീന ഇലാഹിനെ കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം, നമ്മളത് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ദീന ഇലാഹിയുടെ രൂപീകരണത്തിലും അതിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ ഒരുക്കുന്നതിലും അതുപോലെ തന്നെ പിന്നീട് ദർബാറിലും അദ്ദേഹത്തിൻ്റെ ഭരണ മേഖലകളിലും മാറ്റങ്ങൾ വരുത്തുന്നതിലും ഈ മുല്ല മുബാറക്കിൻ്റെയും ഫൈസിയുടെയും അബുൽ ഫസലിൻ്റെയും രചനകളും ചിന്തകളും ഇടപെടലുകളും കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അക്ബറിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയനും പണ്ഡിതനും ഭാഷാ പണ്ഡിതനുമായിരുന്നു അബ്ദുൽ ഖാദർ ബദായുനി. അതിൻ്റെ മുൻതഖാബാത്തു തവാരിഖ് എന്ന് പറയുന്ന രചനയുണ്ട്. 3 വാള്യങ്ങളാണ് ആ രചനയ്ക്കുള്ളത്. ആ രചനയിൽ ആദ്യത്തത് മുഗൾ കാലഘട്ടത്തിൻ്റെ അതുവരെയുള്ള 1ാമത്തെ വാള്യത്തിൽ അതുവരെയുള്ള ചരിത്ര നിരീക്ഷണങ്ങളാണെങ്കിൽ, രണ്ടാമത് ഹുമയൂണിൻ്റെയും ബാബറിൻ്റെയും കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങൾ കോർത്തിണക്കിയ ക്രോണിക്കിൾസാണ് 2ാം ഭാഗം. 3ാമത് അക്ബറിൻ്റെ കാലഘട്ടത്തിലെ മാറ്റങ്ങളെയും അവിടുത്തെ ജനജീവിതത്തെയും നിയമത്തെയും ഇസ്ലാമിനെയും ശരീഅത്തിനെയും ലീഗാലിറ്റിയെയും അങ്ങനെ അടക്കമുള്ള വിവിധ വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് മുൻതഖാബത്തു തവാരിഖ് എന്ന് പറയുന്ന അബ്ദുൽ ഖാദർ ബദായിനിയുടെ രചന. അതുകൊണ്ട് തന്നെ ഈ രചന മുഗൾ രാജവംശത്തിൻ്റെ തുടക്കം മുതൽ അക്ബറിൻ്റെ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വരെയുള്ള ഒരു മാറ്റങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള രചനയാണ്, ഒരു ചരിത്ര പഠനം എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ അബ്ദുൽ ഖാദർ ബദായിനിയുടെ രചന നമുക്ക് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അബ്ദുൽ ഖാദർ ബദായിനി അക്ബറിൻ്റെ കാലഘട്ടത്തിലെ കൊട്ടാര പണ്ഡിതനായിരുന്നെങ്കിലും പക്ഷേ ദീന ഇലാഹിനോടോ അല്ലെങ്കിൽ മുല്ല മുബാറക്ക്, ഫൈസി, അബുൽ ഫസലിനെ പോലുള്ള ആൾക്കാരോടോ അത്രത്തോളം ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. അബുൽ ഫസലിനെയും ഫൈസിനെയൊക്കെ വിമർശിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പോലും ഇദ്ദേഹത്തിൻ്റെ ചരിത്രരചനയിൽ മുൻതഖാബത്ത് തവാരീഖിൽ ഉണ്ടായിരുന്നതായി നമുക്ക് നോക്കിയാൽ കാണുവാൻ കഴിയും. അതാണ് 2ാമത്തെ പ്രധാനമായ പണ്ഡിതന്മാർ. നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ ഒരു പണ്ഡിതന്മാരെല്ലാം അവർക്ക് ഭരണകൂടം, സൽത്തനത്തുകൾക്ക് അവരുടെ തീരുമാനങ്ങൾക്കൊപ്പം പണ്ഡിതന്മാർ പോവുകയാണെങ്കിൽ ഈ രാജാക്കന്മാരും സുൽത്താന്മാരും അവരെ അംഗീകരിച്ചിരുന്നു. നമ്മൾ മുമ്പ് വിശദമായി സംസാരിച്ച ഒരു കാര്യമുണ്ട്, ഈ പണ്ഡിതന്മാരെയെല്ലാം സുൽത്താന്മാർ അപ്പടി സ്വീകരിച്ചിട്ടില്ല. അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വിപരീതമായി പണ്ഡിതന്മാർ അഭിപ്രായം പറയുകയാണെങ്കിൽ അവരെ മാറ്റുന്ന സമീപനവും ഡൽഹി സൽത്തനത്ത് മുതൽ മുഗൾ കാലഘട്ടത്തിൻ്റെ ഭരണാധികാരികളും ഒരുപോലെ സ്വീകരിച്ചിട്ടുണ്ട്. ഖിൽജിയൊക്കെയും ചില ആൾക്കാർ ഖിൽജിനോട് ഹിന്ദു വിരുദ്ധമായ സമീപനം സ്വീകരിച്ച ചില പണ്ഡിതന്മാരുണ്ടായിരുന്നപ്പോൾ അവരെ അവഗണിച്ച അലാവുദ്ദീൻ ഖിൽജിയുടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ മുഗൾ കാലഘട്ടത്തിലെയും പല പണ്ഡിതന്മാർ, ഔറംഗസേബ് അടക്കം പല പണ്ഡിതന്മാരെയും മാറ്റി നിർത്തുകയും തൻ്റെ സമീപനം സ്വീകരിക്കുകയും ചെയ്ത ചില ചരിത്രങ്ങൾ തന്നെ ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ പോലുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പണ്ഡിതന്മാർക്ക് റോൾ ഉണ്ടായിരിക്കുന്ന അതേ സമയം തന്നെ ഈ ഭരണകർത്താക്കൾ സ്വന്തമായ തീരുമാനങ്ങൾ കൂടി എടുത്ത ഭരണകർത്താക്കളും കൂടിയിട്ടാണ് എല്ലാം അതേപടി സ്വീകരിച്ചവരായിരുന്നില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പോലും പലപ്പോഴും ഇവരുടെ തീരുമാനങ്ങളിൽ ഒരളവോളം ഏറിയ കൂടുതൽ സ്വാധീനം ചെലുത്തുവാൻ
ചില പണ്ഡിതന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലുള്ളതാണ് ഈ മുല്ല മുബാറക്കും ഫൈസയും അബുൽ ഫസലിനെ പോലുള്ള പണ്ഡിതന്മാരും അതുപോലെ തന്നെ അബ്ദുൽ ഖദർ ബദായിനിയുടെ ചില നിരീക്ഷണങ്ങളും അക്ബറിനെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ അക്ബർ ഉണ്ടാക്കിയെടുത്ത അന്നത്തെ ദീന ഇലാഹിയും സുൽഹേക്കുൽ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിനെ ശക്തമായി വിമർശിക്കാൻ കാരണക്കാരനാവുന്നത് സയ്യിദ് അഹമ്മദ് സർഹിന്ദി എന്ന് വിളിക്കപ്പെടുന്ന, പിന്നീട് മുജദ്ദിദെ അൽ ഫസാനി രണ്ടാം സഹസ്രാബ്ദത്തിലെ മുജദ്ദിദ് എന്ന് ലോകം തന്നെ അംഗീകരിച്ച പണ്ഡിതനായിരുന്ന സയ്യിദ് അഹമ്മദ് സർഹിന്ദിയാണ്. അക്ബറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാത്തരം പ്രശ്നങ്ങളെയും അത് ശക്തമായി എതിർക്കുകയും നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ പുതുതാക്കി ഉണ്ടാക്കിയെടുത്ത വിശ്വാസാചാരങ്ങളെ അത് തൂത്തെറിയുവാനും അതിൻ്റെ സ്വാധീനം ദർബാറിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുവാനും പ്രധാന കാരണക്കാരനായത് സയ്യിദ് അഹമ്മദ് സർഹിന്ദിയാണ്. അദ്ദേഹത്തിൻ്റെ മക്തൂബാത്തും മൽഫൂസാത്തും പോലുള്ള രചനകൾ കോഡിഫൈ പിന്നീട് ചെയ്തിട്ടുണ്ട്. ആ കത്തുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയും എങ്ങനെയാണ് അദ്ദേഹം തൗഹീദിൻ്റെ ഇലാഹി കൺസെപ്റ്റിനെ, അതുപോലെ തന്നെ അന്ന് ദർബാറുകളിൽ മുസ്ലിം ഭരണ മേഖലകളിലും പണ്ഡിതന്മാരുടെ ഇടയിലും ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബിയുടെ വഹദത്തുൽ വുജൂദ് കൺസെപ്റ്റിനെ റീഡിഫൈൻ ചെയ്യുകയും വഹദത്തു ഷുഹൂദ്, അതായത് ഒരു ഫിലോസഫിക്കലായ ഡിസ്കഷനാണ്, എല്ലാ വഹദത്തുൽ വുജൂദ് എന്ന് പറയുന്ന കൺസെപ്റ്റിനേക്കാളും അപ്പുറം ഒരു സാക്ഷ്യത്വത്തിൻ്റെ, അതിൻ്റെ ഒരു സത്യസാക്ഷിത്വത്തിൻ്റെ ഒരു വുജൂദ്, ഒരു സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചർച്ച, അങ്ങനെ ഒരു ഫിലോസഫിക്കലായ ചർച്ച അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ ഒരു മാറ്റമാണ് വഹദത്തുൽ വുജൂദ് എന്ന് പറയുന്ന അഹം ബ്രഹ്മാസ്മി കണക്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അദ്വൈത ഫിലോസഫി കണക്ട് ചെയ്യപ്പെടുന്ന ചിന്തയിൽ നിന്ന് മാറി വഹദത്തുൽ വുജൂദിനേക്കാളും അപ്പുറം വഹദത്തുൽ ഷുഹൂദ് മുന്നിൽ വെക്കുകയും അത് പിന്നീട് ഷാവുല്ലാ ദഹ്ലവിയും അല്ലാമ ഇഖ്ബാലും ഏറ്റുപിടിക്കുന്ന തരത്തിലേക്ക് പിൽക്കാലത്തേക്ക് പോലും ശക്തമായ സ്വാധീനം ചെലുത്തുന്ന സമീപനം ഉണ്ടാക്കിയത് സയ്യിദ് അഹമ്മദ് സർഹിന്ദിൻ്റെ ചിന്തകളിലൂടെയാണ്. തൗഹീദാവട്ടെ, ഷിർക്കാവട്ടെ, ഖുറാഫാത്ത് ബിദ്അത്തുമായി ബന്ധപ്പെട്ടതാവട്ടെ, ഭരണതലത്തിലുള്ള ഹിന്ദു ആചാരങ്ങളുടെ സ്വാധീനമാവട്ടെ, ഇതിനെല്ലാം ശരിപ്പെടുത്തുവാനും കാരണക്കാരനായത് സയ്യിദ് അഹമ്മദ് സർഹിന്ദിയാണ്. ഇത് ജഹാംഗീറിൻ്റെ കാലത്തിൽ ജയിലിൽ പോലും തടവിലാക്കുവാനും പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ഇടപെടലിൽ കാരണം, ഇദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവവും പാണ്ഡിത്യ ഗരിമയും മനസ്സിലാക്കിക്കൊണ്ട് ജഹാംഗീർ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു ചരിത്രമാണ്. അതായത് അത്രത്തോളം ഭരണാധികാരിയിൽ സ്വാധീനം ചെലുത്തുവാൻ സയ്യിദ് അഹമ്മദ് സർഹിന്ദിക്ക് കഴിയുന്നുണ്ട്. അത് അക്ബർ ജഹാംഗീർ കാലത്തെ ഒരു ചരിത്രമാണ്. ഈ സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ മക്കളാണ് പിന്നീട് ഷാജഹാൻ ആവട്ടെ, അതുപോലെ തന്നെ ഷാജഹാൻ്റെ മക്കൾ ദാരാഷിക്കോവ്, പ്രത്യേകിച്ച് ഔറംഗസേബ്, ജഹന്നാര ബീഗം അടക്കമുള്ള ആൾക്കാരിൽ നല്ല സ്വാധീനം ചെലുത്തുവാൻ ഈ സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ മക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളതും നമ്മൾ പ്രത്യേകം ചേർത്ത് പറയേണ്ടതുണ്ട്. ഈ ജഹാംഗീറിൻ്റെ ഒരു പ്രത്യേകത, ജഹാംഗീറിൻ്റെ ആദ്യ ഭരണകാലഘട്ടങ്ങളിൽ ഔറംഗസേബ് അക്ബറിൻ്റെ പിതാവിൻ്റെ സമീപനമാണ് സ്വീകരിച്ചെങ്കിൽ പോലും പിന്നീട് അതിൽ നിന്ന് മാറുവാൻ കാരണമാവുന്നത് സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ഷാജഹാൻ അധികാരത്തിൽ വരുന്നതും ഷാജഹാൻ്റെ ദർബാറിൽ ഷെയ്ഖ് മുഹിബുല്ല അലഹാബാദ് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ്റെ സ്വാധീനമുണ്ടാവുകയും അത് അദ്ദേഹത്തിൻ്റെ മതപരമായ വീക്ഷണങ്ങളിലും അതിൻ്റെ കൂടെ തന്നെ സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ പുത്രന്മാരുടെ സ്വാധീനവും ഷാജഹാൻ ഉണ്ടാവുന്നതും ഒരു ഭക്തനാവുന്നതിലേക്ക്, ഭരണതലത്തിലും അദ്ദേഹത്തിൻ്റെ നിർമ്മാണാത്മകമായ പ്രവർത്തന മേഖലയിലുമെല്ലാം ലക്ഷൂറിയസ് ആയ ഒരു ലൈഫാണ് ജീവിച്ചിരുന്നെങ്കിൽ പോലും എന്നാൽ മതഭക്തിയിൽ നിന്ന് മാറി നിന്നിരുന്നില്ല. അതായത് ഒരു ഭക്തനായി തന്നെ ജീവിച്ച ആളായിരുന്നു ഷാജഹാൻ എന്ന ചക്രവർത്തി. അതിന് കാരണക്കാരാവുന്നത് ഷെയ്ഖ് മുഹിബുല്ല അലഹാബാദിയുടെയും അല്ലെങ്കിൽ സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെയും മക്കളുടെ സാന്നിധ്യമാണ്. പ്രത്യേകിച്ച് നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ സാന്നിധ്യമാണ്. ഞാൻ നക്ഷബന്ദി ത്വരീഖത്തിനെ കുറിച്ച് പറയുന്നത് വളരെ സൂക്ഷിച്ചു തന്നെയാണ്. കാരണം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ വന്ന പ്രധാനമായ സൂഫി ത്വരീഖത്തുകൾ ശരീഅത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന, എക്കാലം വരെയും അടുത്ത് നിന്ന ഒരു ത്വരീഖത്താണ് നക്ഷബന്ദി ത്വരീഖത്ത്. അത് ഖാദിരി ചിശ്തി ത്വരീഖത്തുകളാണെങ്കിലും സുഹ്റവതി ത്വരീഖത്തുകളാണെങ്കിലും പിന്നീട് പല ശരീഅത്തി വിരുദ്ധ സൂഫി ധാരകൾ ശക്തമായി മിശ്രിതമായപ്പോഴും നക്ഷബന്ദി ത്വരീഖത്ത് അപ്പോഴും ഒരു ശരീഅത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നിലനിൽക്കാൻ ശ്രമിച്ച ത്വരീഖത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ത്വരീഖത്ത് സയ്യിദ് അഹമ്മദ് സർഹിന്ദിയിലൂടെ മക്കളിലൂടെയും
പിന്നീട് മുഗൾ ഡൈനാസ്റ്റിയുടെ അവസാനം വരെയെങ്കിലും ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഔറംഗസേബിൻ്റെ സഹോദരനായിരുന്ന ദാരാ ഷുക്കാവ്, ഔറംഗസേബാണല്ലോ അദ്ദേഹത്തെ വധിക്കുന്ന 1659 അദ്ദേഹത്തെ വധിക്കുന്നുണ്ട്. ദാരാ ഷുക്കോവ് ഒരു പണ്ഡിതൻ തന്നെയായിരുന്നു. പല ഗസലിലേക്കും ഖവാലിയുടെയൊക്കെ ഒരു കണക്ഷൻ ദാരാ ഷുക്കാവിലേക്ക് കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഒരു ഇന്ത്യൻ വേദങ്ങളെക്കുറിച്ചുള്ള നല്ല ധാരണ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഖാദിരി ത്വരീഖത്തുകളുമായി നല്ല ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ സംസ്കാരം, മതം, വേദം, അതുപോലെ വിവിധ ആശയങ്ങൾ, കവിത, അങ്ങനെ വിവിധ മേഖലകളിൽ നല്ല ആഴത്തിൽ വിൽപ്പത്തി ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനും കൂടിയിട്ടായിരുന്നു ദാരാ ഷുക്ക. പക്ഷേ അദ്ദേഹത്തിന് ഭരണതലത്തിൽ അത്രത്തോളം തെളിയുവാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു ഔറംഗസേബിൻ്റെ ഒരു ഉയർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന്. അതുപോലെ തന്നെ ഔറംഗസേബിൻ്റെ സഹോദരി ഔറംഗസേബിൻ്റെയും ദാരാ ഷുക്കാവിൻ്റെയും സഹോദരിയാണ് ജഹന്നാര ബീഗം. ഒരു പണ്ഡിതയായിക്കൊണ്ട് തന്നെ ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു അദ്ദേഹം. മുനീസുൽ അർബാദ് ഔറംഗസേബിൻ്റെ ഇവരുടെ ജഹന്നാര ബീഗത്തിൻ്റെ അവർ ഖാദിരി ത്വരീഖത്തുമായും അതുപോലെ തന്നെ ചിശ്തി ത്വരീഖത്ത്, വിവിധ ത്വരീഖത്തുകളുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു. മൊയ്നുദ്ദീൻ ചിശ്തിനെ കുറിച്ച് ബയോഗ്രഫി, മുനീസുൽ അർവാഹ് എന്ന് പറയുന്ന ഒരു ബയോഗ്രഫി എഴുതിയ ആളാണ്. അതുപോലെ തന്നെ ഈ ജഹന്നാര ബീഗത്തിൻ്റെ പ്രധാന ഷെയ്ഖ്മാരിൽ ഒരാളായിരുന്നു മുല്ല ഷാ ബദഖ്ഷി. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയായ റിസാലെ സാഹിബിയ എന്ന് പറയുന്ന ഒരു രചനയും ജഹന്നാര ബീഗം എഴുതിയതായി കാണാം. അതായത് ഒരു കൊട്ടാരത്തിൽ ജനിച്ച ഒരു സ്ത്രീ എന്നതിനേക്കാളും അപ്പുറം ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളോട് ചേർന്ന് നിൽക്കുകയും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയും പണ്ഡിതന്മാരുമായി നല്ല സഹവസിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത ഒരു സ്ത്രീ എന്ന നിലയിൽ ജഹന്നാര ബീഗത്തിൻ്റെ പേര് മുഗൾ ഡൈനാസ്റ്റിയുടെ ചരിത്രത്തിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. അതുപോലെയാണ് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ മകനായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മാസൂം. 1668 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വാധീനം മുഗൾ ഡൈനാസ്റ്റിയുടെ ഭരണകാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഷാജഹാൻ്റെ മരണത്തിന് ശേഷം ഔറംഗസേബും ഈ ഷെയ്ഖ് മുഹമ്മദ് മാസൂമുമായും നല്ല ബന്ധമുണ്ടാവുകയും നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ തന്നെ ഒരു അനുയായിയായി ഔറംഗസേബ് മാറുകയും ചെയ്തു എന്നുള്ള ചരിത്രം നമുക്ക് കാണാം. അതിന് പ്രധാനമായി കാരണമാവുന്നത് ഷെയ്ഖ് മുഹമ്മദ് മാസൂം എന്ന ഷെയ്ഖ് സൈനുദ്ദീൻ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയുടെ പുത്രനാണ്. അതുപോലെ തന്നെ ഇവരുമായിട്ടുള്ള ഇടപെടലുകൾ, ഇദ്ദേഹവും ഷെയ്ഖ് മുഹമ്മദ് മാസൂമും അദ്ദേഹത്തിൻ്റെ മകൻ ഹുജ്ജത്തുല്ലാ നക്ഷബന്ദുമായി ബന്ധപ്പെട്ട കത്തുകളിൽ ഒരു തെളിവായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഔറംഗസേബിന് രാഷ്ട്രീയപരമായ, സാമ്പത്തികമായ, മതപരമായ തന്നെ പ്രശ്നങ്ങൾ നേരിട്ട പശ്ചാത്തലത്തിൽ ഔറംഗസേബ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് ഷെയ്ഖ് മുഹമ്മദ് മാസൂമിനെ തന്നെയായിരുന്നു. അതിന് അദ്ദേഹം തൻ്റെ കസിനെ ഷെയ്ഖ് സാദുദ്ദീനെയും ഷെയ്ഖ് മുഹമ്മദ് അഷ്റഫിനെയും എല്ലാം ഔറംഗസേബിനെ സഹായിക്കാനായി അയച്ചു എന്ന് പോലും നമുക്ക് ചരിത്രത്തിൽ കാണാം. എന്ന് വെച്ചാൽ ദാരാ ഷുക്കാവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഭിന്നത, അഭിപ്രായ ഭിന്നതയിൽ ഔറംഗസേബിനെ സഹായിക്കുവാൻ, രാഷ്ട്രീയപരമായി തന്നെ സഹായിക്കുവാനും മതപരമായ ഒരു സ്പിരിച്വൽ ഒരു ലീഡർ എന്നതിനേക്കാളും അപ്പുറം ഒരു രാഷ്ട്രീയപരമായ നീക്കങ്ങൾക്ക് പോലും സഹായിക്കുവാനും ഔറംഗസേബിൻ്റെ നടപടികൾക്ക് സാമൂഹികമായി ഒരു ജനകീയത ലഭിക്കുവാനും ഷെയ്ഖ് മുഹമ്മദ് മാസൂം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും ഉപയോഗിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ നിരവധി രചനകളുണ്ട്, കത്തുകളുണ്ട്. ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയുടെ രചനകൾക്കുള്ള വിശദീകരണവും അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അൽ യവാക്കിത്ത് എന്ന് പറയുന്ന മറ്റൊരു രചനയും ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട ഒരാളാണ് ഷെയ്ഖ് മുഹമ്മദ് മാസൂമിൻ്റെ മകന്മാരിൽ ഒരാളായിരുന്ന ഷെയ്ഖ് സഫിയുദ്ദീൻ ഫാറൂഖി അൽ മുജദ്ദിദി, ഷെയ്ഖ് സൈഫുദ്ദീൻ ഫാറൂഖി അൽ മുജദ്ദിദി. അദ്ദേഹവും ഇതേ നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ മുഗൾ ഡൈനാസ്റ്റിയിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ പണ്ഡിതന്മാരിൽ ഒരാളാണ്. ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും സ്തുത്യർഹമായ, ഇന്നും ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിലെ പ്രധാന ഫിഖ്ഹി അവലംബങ്ങളിലൊന്നായി മാറിയ ഫത്താവ ആലംഗീരി, അതും നടപ്പിൽ വരുന്നത് ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്.
ഏകദേശം ലോകത്തുള്ള മക്ക, മദീന, ഇറാഖ്, ബസറ അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നും, വിവിധ തുർക്കി, സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ നിന്നും വിവിധ പണ്ഡിതന്മാരെ, 500ഓളം പണ്ഡിതന്മാരെ തൻ്റെ ദർബാറിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവരുടെ തന്നെ സഹായത്തോടു കൂടി കളക്ട് ചെയ്തതാണ് ഫത്താവ ആലംഗീരി. ഷെയ്ഖ് നിസാം ബുർഹാൻപൂരിയുടെ നേതൃത്വത്തിൽ ഈ രചിക്കപ്പെട്ട ഔറംഗസേബ് ആലംഗീരി എന്ന ആലംഗീരിനോട് ചേർത്തുകൊണ്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഫത്താവ ആലംഗീരി എന്നോ അല്ലെങ്കിൽ ഫത്താവ അൽ ഹിന്ദി എന്നൊക്കെ വിവിധ പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ഈ ഷെയ്ഖ് നിസാം ബുർഹാൻപൂരിയുടെ കീഴിലുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുറഹീം ദഹ്ലവി. ഒരുപക്ഷെ ഷെയ്ഖ് അബ്ദുറഹീം ദഹ്ലവി അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ പേരിലാണ്. ഷാ വലിദ ദഹ്ലവി എന്നറിയപ്പെടുന്ന 18-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് കണ്ട, അല്ലെങ്കിൽ ലോകം തന്നെ കണ്ട ഏറ്റവും സുപ്രധാനമായ പരിഷ്കാരങ്ങൾക്ക്, തജ്ദീദി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പണ്ഡിതനാണ് ഷാ വലിദ ദഹ്ലവി. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഷാ അബ്ദുറഹീം ദഹ്ലവി. അദ്ദേഹവും ഫത്തവ ആലംഗീരിയിലെ അത് കളക്ട് ചെയ്യുന്നതിലെ പ്രധാന പണ്ഡിതന്മാരിൽ ഒരാളും കൂടിയിട്ടായിരുന്നു. റഹീമിയ മസ്ജിദ് എന്ന് പറയുന്ന ഒരു മദർസ, ഒരു സ്കൂൾ കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ മരണശേഷം ഷാ വലിദ ദഹ്ലവി അവിടുത്തെ പ്രധാന ഉസ്താദായും അധ്യാപകനായി മാറുകയും പിന്നീട് ഷാ വലിദ ദഹ്ലവിയുടെ ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു. ഷാ വലിദ ദഹ്ലവി ജനിക്കുമ്പോൾ 1703 ഷാ വലിദ ദഹ്ലവി ജനിക്കുന്നത്. 1707 ഔറംഗസേബ് മരണപ്പെടുന്നത്. ഈ 4 വർഷത്തിൻ്റെ ഇടവേള മാത്രമാണ് ഔറംഗസേബും ഷാ വലിദ ദഹ്ലവിയും തമ്മിലുള്ള ബന്ധമുള്ളത്. ഷാ വലിദ ദഹ്ലവി ഇന്ത്യൻ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രധാനമായ കോൺട്രിബ്യൂട്ട് ചെയ്തവരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫൈസുൽ കബീർ ഫി ഉസൂൽ തഫ്സീർ, അൽ ബുദുൽ ബാസിഖ, അതുപോലെ തഅ്വീലുൽ ഹദീസ്, അൽ അർബഈൻ ഷാ വലിദ ദഹ്ലവി, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ അടക്കമുള്ള നിരവധി രചനകൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ വിവിധ പരിഷ്കരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഷാ വലിദ ദഹ്ലവി ഖുർആൻ ട്രാൻസ്ലേഷൻ നടത്തുന്നു. ഖുർആൻ ട്രാൻസ്ലേഷൻ നടത്തുന്നത് തെറ്റായി കണ്ടിരുന്ന പണ്ഡിത ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളെ തിരുത്തുന്നത് അദ്ദേഹമാണ്. ഹദീസുകളെ, ഈ തഅ്വീൽ ഹദീസ് അല്ലെങ്കിൽ അൽ ഇൻസാഫ് പോലുള്ള രചന, ഇൻസാഫും ഷാ വലിദ ദഹ്ലവിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട രചനയാണ്. ഹദീസുകൾക്ക് പ്രത്യേകം ഒരു സൂക്ഷ്മതയോ അവലംബങ്ങളോ ഒന്നുമില്ലാതെ എല്ലാ ഹദീസും നിയമപരമായ വിഷയങ്ങളിലേക്കും സ്വർഗ നരക വിഷയങ്ങളുടെ ചർച്ചകൾക്കും ഒരു സൂക്ഷ്മതയും ഇല്ലാതെ സ്വീകരിക്കുന്ന പാരമ്പര്യ പണ്ഡിതന്മാരുടെ സമീപനങ്ങളെ വിമർശിച്ചുകൊണ്ടും ഹദീസിനോട് ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നും ചർച്ച ചെയ്യുന്ന രചനയാണ് അൽ ഇൻസാഫും അതുപോലെ തഅ്വീൽ ഹദീസ് പോലുള്ള രചനകൾ. അത് അന്ന് ആ സമയത്ത് ഹദീസ് മേഖലയിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട രചനകളിൽ പെട്ടതാണ് അത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്ന ഒരു പേരിൽ അതൊരു ഫിഖ്ഹി രചനയാണെങ്കിൽ പോലും, അത് സാധാരണ നമ്മൾ എല്ലാ ഫിഖ്ഹി രചനകൾ തുടങ്ങുന്ന ചർച്ചകൾ അതിലുണ്ടെങ്കിൽ പോലും പിന്നീട് അതിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി പോലും ഉൾക്കൊള്ളിക്കുന്നതായി നമുക്ക് കാണാം. ഷാ വലിദ ദഹ്ലവിയുടെ പൊളിറ്റിക്കൽ ഫിലോസഫി അൽ ഇർത്തിഫാഖാത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് വ്യക്തി, കുടുംബം, നഗരം, ദേശം എന്ന് പറയുന്ന ക്രമപ്രവൃദ്ധമായ ഒരു വളർച്ചയുടെ, ഒരു മദീനയുടെ വളർച്ച, ഒരു സിറ്റിയുടെ വളർച്ച, സിറ്റികൾ കൂടുമ്പോൾ ഒരു ഖിലാഫത്തിൻ്റെ വളർച്ച എന്ന രീതിയിലാണ് അദ്ദേഹം പൊളിറ്റിക്കൽ ഫിലോസഫി മുന്നിൽ വെക്കുന്നത്. ഷാ വലിദ ദഹ്ലവിയുടെ കാലഘട്ടത്തിൽ മുഗൾ ഡൈനാസ്റ്റി ശക്തമായി തകരുന്ന ഒരു പശ്ചാത്തലം, ജാട്ട് മറാഠ ട്രൈബുകൾ, വിവിധ ഗോത്രങ്ങൾ മുഗൾ ഡൈനാസ്റ്റിയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പശ്ചാത്തലം. ആ ഒരു സാഹചര്യത്തിൽ അഹമ്മദ് ഷാ ദുർറാനി അല്ലെങ്കിൽ അഹമ്മദ് ഷാ ആബദാലി എന്ന് വിളിക്കപ്പെടുന്ന ദുർറാനി രാജവംശത്തിൻ്റെ അഫ്ഗാനി ഭരണാധികാരികളിൽ പ്രമുഖനായിരുന്ന അദ്ദേഹത്തെ കത്തയച്ച് വിളിച്ചു വരുത്തുന്നതിൽ ഷാ വലിദ ദഹ്ലവിയുടെ പങ്ക് അതിപ്രസക്തമാണ്. ഈ അഹമ്മദ് ഷാ ദുർറാനി അല്ലെങ്കിൽ അഹമ്മദ് ഷാ ആബദാലി ഇന്ത്യയിലേക്ക് എത്തുകയും ഇവിടെയുള്ള വിവിധ മുഗൾ ഡൈനാസ്റ്റിയെ ഭീഷണിപ്പെടുത്തിയിരുന്ന വിവിധ ശത്രു വിഭാഗങ്ങളെ തുരത്തി ഓടിക്കുകയും കുറച്ചു കാലം ഇവിടെ ഉണ്ടാകുകയും മുഗൾ ഡൈനാസ്റ്റിയുടെ ഭരണം അതേപടി സുരക്ഷിതമായി മുഗൾ രാജവന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുഗൾ ഡൈനാസ്റ്റി ഒരു മുസ്ലിം ഡൈനാസ്റ്റിയാണ്. മുസ്ലിം അധികാരം നിലനിൽക്കേണ്ടതുണ്ട്. അതിന് സപ്പോർട്ടായി ഷാ വലിദ ദഹ്ലവി മാറുന്നു. ഒരു മുലൂക്കിയത്താണ്, ഒരു രാജവംശമാണ് എങ്കിൽ പോലും രാജവംശത്തിനപ്പുറം ഖിലാഫത്തിനെ കുറിച്ച് ചിന്തിച്ച ആളാണ് ഷാ വലിദ ദഹ്ലവി. എന്നാൽ ആ മുഗൾ ഡൈനാസ്റ്റിയുടെ ഒരു അധികാരം മുസ്ലിം അധികാരം എന്ന പേരിൽ തന്നെ നിലനിൽക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്തയാണ് ഈ കത്തയക്കുന്നതിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്ത നോക്കുക, വ്യക്തികളുടെ
പരിഷ്കരണവും സംസ്കരണവും ഒരു കുടുംബത്തിൻ്റെ സംസ്കരണത്തിലേക്ക് എത്തുകയും അത് പിന്നെ ഒരു നഗരത്തിൻ്റെ ഒരു വ്യാപനത്തിലേക്ക് എത്തുകയും, നഗരമെന്ന് അദ്ദേഹം ചിന്തിക്കാൻ കാരണം ഡൽഹി വാസിയായിരുന്നു അദ്ദേഹം. അന്ന് ഡൽഹി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ എല്ലാ മുസ്ലിം ഭരണകൂടങ്ങളുടെയും ചരിത്രപരമായി തന്നെ സെൻ്ററായിരുന്നു. മുഗൾ ഡൈനാസ്റ്റിയുടെയും പ്രധാന അധികാര കേന്ദ്രമാണ്. സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക, മതപരമായ, നയതന്ത്രപരമായ എല്ലാ ഇടപെടലുകൾക്കും കേന്ദ്രമായി മാറുന്നത് നഗരം എന്ന നിലയിൽ ഡൽഹിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ വ്യക്തി, കുടുംബം, നഗരം എന്നതിന് പ്രധാന റോള് വരുന്നു. ഈ മദീന, അതായത് നഗരം എന്നതിൻ്റെ ഒരു ക്ലസ്റ്റർ എന്ന നിലയിൽ അതൊരു ജമാഅത്ത് മിനൽ മദായിൻ എന്ന് അദ്ദേഹം കശ്ഫുൽ അദ്ദേഹത്തിൻ്റെ ഹുജ്ജത്തുൽ ബാലിഗയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വ്യാപനം അതൊരു ദേശത്തിൻ്റെ രൂപീകരണവും അതൊരു ഖിലാഫത്തിൻ്റെ സ്ഥാപനത്തിലേക്കും എത്തുന്നു എന്ന തരത്തിൽ നമുക്ക് ഷാ വലി ദഹ്ലവിയുടെ ചിന്തകളിൽ ഈ ഹുജ്ജത്തുൽ ബാലിഗയിൽ ഇർത്തിഫാഖാത്ത് എന്ന പേരിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഷിയ സുന്നി വിശദീകരണവുമായി ബന്ധപ്പെട്ടും വിവിധ കാര്യങ്ങളിലും ഷാ വലി ദഹ്ലവിയുടെ രചനകളുണ്ട്. അന്നുണ്ടായിരുന്ന പലവിധ ഖുറാഫാത്ത് ബിദ്അത്ത് ചർച്ചകളെ ശക്തമായ ഭാഷയിൽ എതിർത്ത ഒരാളും കൂടിയിട്ടാണ് ഷാ വലി ദഹ്ലവി. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇതേപോലെ തന്നെ ഭരണകൂട വിമർശകരായോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ തന്നെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പണ്ഡിതന്മാരായോ ജീവിച്ചവരാണ്. ഷാ വലി ദഹ്ലവി അദ്ദേഹത്തിൻ്റെ കത്തുകളുണ്ട്, മക്തൂബാത്തുകളുണ്ട്. ആ കത്തുകളിൽ അന്നത്തെ മുഗൾ ഡൈനാസ്റ്റിയുടെ ഭരണാധികാരികൾക്കും നോബിൾസിനും മന്ത്രിമാർക്കും ഡിപ്ലോമാറ്റ്സിനും അടക്കമുള്ള ആൾക്കാർ കത്തയച്ചുകൊണ്ട് അവരെ ഒരു വിമർശന സ്വഭാവത്തിൽ തിരുത്തുന്ന സമീപനം നമുക്ക് ആ കത്തുകളിൽ കാണുവാൻ കഴിയും. അപ്പോൾ അതേ നിലപാട് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളും സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളുടെ ചരിത്രമാവുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിലേക്ക്, നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക് വരുന്ന ഒരു പശ്ചാത്തലമാണ്. ഷാ അബ്ദുൽ അസീസ് മുഹദ്ദിസ് ദഹ്ലവി, ഷാ അബ്ദുൽ ഖാദിർ ദഹ്ലവി, ഷാ റഫീഉദ്ദീൻ ദഹ്ലവി, ഷാ അബ്ദുൽ ഗനി ദഹ്ലവി, ഈ ഇവരൊക്കെയും പണ്ഡിതന്മാരായി തന്നെ അതത് ഡൽഹിയിലും ഡൽഹിൻ്റെ ചുറ്റുപാടുകളിലും ശക്തമായ സ്വാധീനം ചെലുത്തിയവരാണ്. അതിൽ ഷാ അബ്ദുൽ അസീസ് മുഹദ്ദിസ് ദഹ്ലവിയുടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഫത്വകൾ പോലും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇതേ പാരമ്പര്യം പിൻപറ്റിയ ആൾ തന്നെയാണ് ഷാ അബ്ദുൽ ഗനി ദഹ്ലവിയുടെ മകനായ ഷാ ഇസ്മായിൽ ദഹ്ലവി. അദ്ദേഹം ഷാ വലി ദഹ്ലവിയുടെ പൗത്രനാണ്, പേരക്കുട്ടിയാണ്. 1831 അദ്ദേഹം ഷഹീദാവുന്നത്. നമുക്ക് തന്നെ അറിയാവുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ സുപ്രധാന ജിഹാദി വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമീപനം ഉണ്ടായിരുന്ന, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്ന സിഖ് ഭരണകൂടങ്ങൾക്കും ശക്തികൾക്കുമെതിരെ പോരാടിയ വിഭാഗമാണ് ബറേൽവി മൂവ്മെൻ്റ് എന്നറിയപ്പെടുന്ന സയ്യിദ് അഹമ്മദ് ബറേൽവിയുടെ മൂവ്മെൻറ്റ്. സയ്യിദ് അഹമ്മദ് ഷഹീദ് എന്നോ അല്ലെങ്കിൽ സയ്യിദ് അഹമ്മദ് ബറേൽവി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ആ മൂവ്മെൻറ്റിലെ പ്രധാന ഒരു പാണ്ഡിത്യ സ്വാധീനമായിരുന്നു ഷാ ഇസ്മായിൽ ദഹ്ലവി. ഇവർ രണ്ടുപേരും 1831 ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൽ ഷഹീദാവുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിനുശേഷവും വേറെയും പണ്ഡിതന്മാർ ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ നോർത്ത് ഇന്ത്യൻ മുസ്ലിം ഡൈനാസ്റ്റിയുടെ, പ്രത്യേകിച്ച് മുഗൾ ഡൈനാസ്റ്റിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് 1857 മുഗൾ ഡൈനാസ്റ്റി തകരുന്നതോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ചില പണ്ഡിതന്മാരുടെയും പേരുകൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിനുശേഷം പിന്നെ ദൈവബന്ദി മൂവ്മെൻറ്റ് രൂപപ്പെടുന്ന അബ്ദുൾ റഷീദ് ഗംഗോഹിൻ അടക്കമുള്ള പണ്ഡിതന്മാർ, മുഗൾ രാജവംശത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇവിടുത്തെ മുസ്ലിം ഭരണകൂടങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാരും പിൽക്കാലത്ത് വരുന്നുണ്ട്. പക്ഷേ അത് സൽത്തനത്തുകളുടെ അല്ലെങ്കിൽ ഡൽഹി മുഗൾ ഡൈനാസ്റ്റിയുടെ തകർച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത്, നിരവധി വേറെ പണ്ഡിതന്മാരുണ്ട്. അതിൽ ഖുർആൻ്റെ മേഖലകളിലും ഹദീസിൻ്റെ മേഖലകളിലും ഫിഖിൻ്റെ മേഖലകളിലുമെല്ലാം ശക്തമായ സംഭാവനകൾ നൽകിയ പണ്ഡിതന്മാർ വേറെയുണ്ട്. പക്ഷേ ഞാൻ ഈ പണ്ഡിതന്മാരെ പ്രത്യേകം പേരെടുത്ത് പരാമർശിക്കാനുള്ള മെയിൻ കാരണം അത് രാഷ്ട്രീയപരമായി തന്നെ മുഗൾ ഡൈനാസ്റ്റിയുടെ ഭരണകാലഘട്ടത്തിൻ്റെ തുടക്കത്തിലും അവസാനം വരെയെങ്കിൽ പോലും ഏതെങ്കിലും ഒരു തരത്തിൽ സ്വാധീനം ചെലുത്തുകയോ ഒന്നുകിൽ വിമർശനമുഖമുണ്ടായിരുന്നവരോ അല്ലെങ്കിൽ ഭരണകൂടത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അതിനോട് ഭരണാധികാരിയെ എതിർത്തവരോ ആയിരുന്നു എന്നതും നമുക്ക് ഈ ചരിത്രത്തിലുണ്ട്. ചില ആൾക്കാർ ഭരണകൂട
അനുകൂല സമീപനമാണ് സ്വീകരിച്ചതെങ്കിൽ പോലും അതിൽ മറ്റു ചില ആൾക്കാർ എതിർക്ക് നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ ഈ ഒരു പണ്ഡിതന്മാർ അവർ വിവിധ കാലഘട്ടങ്ങളിൽ മുഗൾ കാലഘട്ടത്തിൻ്റെ ഭരണ മേഖലകളിൽ, നിയമപരമായ വ്യാപനത്തിൻ്റെ മേഖലകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയവർ തന്നെയാണ്. ഒരു മുഗൾ കാലഘട്ടത്തിൻ്റെ ഒരു ഇസ്ലാമികമായ ഒരു മുഖം പിടിച്ചു നിർത്തുന്നതിൽ സയ്യിദ് അഹമ്മദ് സർഹിന്ദിനെ പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെ പോലെ, ഷാവുല്ലാ ദഹ്ലവിനെ പോലുള്ള പണ്ഡിതന്മാരുടെ സ്വാധീനം ആഴത്തിലുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിമർശനാത്മകമായ സമീപനം സ്വീകരിക്കുകയും അതേപോലെ തന്നെ മുഗൾ ഡൈനാസ്റ്റിയെ സപ്പോർട്ട് ചെയ്യുകയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത പണ്ഡിതന്മാരാണ് ഈ പരാമർശിച്ചതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ. മുല്ല മുബാറക്കും ബദായൂനി, ഫൈസി, അബുൽ ഫസലിനെ പോലുള്ള ആൾക്കാർ ഭരണകൂട ദർബാരി പണ്ഡിതന്മാരായി ജീവിച്ചിരുന്നവരും നമുക്ക് വേറെ കാണുവാൻ കഴിയും. എന്നാൽ പോലും ഈ മുഗൾ ഡൈനാസ്റ്റിയുടെ രാഷ്ട്രീയ മാറ്റങ്ങളോട് വിമർശനാത്മകമായി സമീപിക്കുകയും അതേസമയം തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ പരിഷ്കരണത്തിലും ഈ മുഗൾ ഡൈനാസ്റ്റിയുടെ തന്നെ പരിഷ്കരണത്തിലും ഭാവം വഹിച്ച പണ്ഡിതന്മാരാണ് ഈ പരാമർശിച്ച പണ്ഡിതർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.